കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കർണാടകയിൽ ഒരു വീടുകളിൽ പോകുമ്പം അവരുടേതായ കുറച്ച് ചടങ്ങുകളുണ്ട്. ദീർഘസുമംഗലി ഭവ എന്നുള്ള ആശീർവാദം എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ സമ്പ്രദായം അനുസരിച്ച് കുങ്കുമം, പിന്നെ ഹരിശിണ പറഞ്ഞാൽ മഞ്ഞൾ, ഓക്കെ, കുങ്കുമം, ഹരിശിണ, പിന്നെ വള, പൂവ്, ഇങ്ങനത്തെ, പിന്നെ മടിലക്കി, ഇങ്ങനത്തെയാണ് ദീർഘസുമംഗലായി നിൽക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന ദമ്പതിമാർക്ക് ഒരു ചടങ്ങാണ്. നമ്മൾ വെറുതെ ദീർഘസുമംഗലി ഭവൻ ആശീർവദിക്കുക. സോ അവർക്ക് ആ ദീർഘസുമംഗലിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തുവിടും. ആദ്യം കുങ്കുമം നെറ്റിക്ക് തൊടിക്കുക, പിന്നെ ഹൽദി എന്നീ ചെവിന്റെ ഭാഗത്ത് തൊടിച്ചിട്ട് വളയ്ക്കും, താളിമാലയ്ക്കും, പിന്നെ മൂകുത്തിക്കും ഇട്ടുകൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മടിലക്കി മീൻസ് മടിലല്ലി, അവരെ നമ്മള് ശക്തിയുള്ള അത്ര ഒരു പിടി ആയാലും ഒരു പിടി അരി അവരെ മടിലല്ലി ഇട്ടിട്ട് പുതിയ കോടി ഉടുപ്പ് എന്ന് കൊടുക്കും. അതല്ലാതെ കോടിയുടുപ്പിന്റെ കൂടെ വെറ്റില, അടക്ക, പഴം ഇതെല്ലാം കൊടുക്കും. സോ ഇതാണ് മടിലക്കി കൊടുക്കുക. ഈ കല്യാണം കഴിഞ്ഞതായിട്ട് വരുന്ന ദമ്പതികൾക്ക് മാത്രമല്ലാതെ നമ്മളെ വീട്ടിൽ ആരേ വന്നാലും കുങ്കുമം, വെറ്റില, അടക്ക അവർ തിരിച്ചു പോകുമ്പോൾ കൊടുക്കും. കല്യാണം ആദ്യമായിട്ട് വന്നവർക്ക് ഉടുപ്പും മടിലക്കിയും നിർബന്ധമായിട്ട് കൊടുക്കും. ഇത് നമ്മളെ വീട്ടിൽ മാത്രമല്ല, നമ്മളെ കർണാടകയുടെ സമ്പ്രദായമാണ്.